Hello students, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ആണ്. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ മാക്സിമം മിനിമ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതൊരു അൽഗോരിതം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡിങ് ദ ആബ്സല്യൂട്ട് എക്സ്ട്രീമ ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ ആൻ ആർബിട്രറി ഇൻറ്റർവൽ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവോ ടെസ്റ്റോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ യൂസ് ചെയ്തിട്ട് ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ്സ് എത്ര ഉണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉള്ള കേസാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റേ ഉള്ളൂ എങ്കിൽ അത് തന്നെയായിരിക്കും അതിൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം, അത് തന്നെയായിരിക്കും അതിൻ്റെ ആബ്സല്യൂട്ട് മിനിമം. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും അതിലെ ആബ്സല്യൂട്ട് മാക്സിമംസും ആബ്സല്യൂട്ട് മിനിമംസും. അപ്പോൾ അതാണ് ആദ്യത്തെ കേസിൽ പറയുന്നത്. ഇനി ഗൈഡ് ലൈൻസ് ഫോർ സോൾവിങ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആദ്യം കണ്ട പോലത്തെ മാക്സിമം മിനിമം കണ്ടുപിടിക്കലല്ല, ഇവിടെ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അസൈൻ എ ലെറ്റർ ടു ഈച്ച് വാരിയബിൾ, ഡ്രോ ആൻഡ് ലേബൽ എ ഫിഗർ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിറ്റുവേഷനാണ്, വേർഡ് പ്രോബ്ലം പോലെയാണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ വാരിയബിളിനെ ഓരോ ലെറ്റർ നമ്മൾ അസൈൻ ചെയ്യണം, ഓരോ വാരിയബിൾ അസൈൻ ചെയ്യണം. പിന്നെ അതിൻ്റെ പിക്ചർ വരയ്ക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. അടുത്തത് ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ക്വാണ്ടിറ്റി ടു ബി മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ്. ആ എന്താണോ മാക്സിമൈസ് ചെയ്യേണ്ടത്, എന്താണോ മിനിമൈസ് ചെയ്യേണ്ടത്, അതിനൊരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിനൊരു ഫംഗ്ഷൻ പോലെ, അതിനൊരു ഇക്വേഷൻ പോലെ ഫൈൻഡ് ചെയ്ത് വെക്കണം. Use the conditions given in the problem to express the quantity to be optimized as a function of one variable. Different conditions പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് എങ്കിൽ ഏതാണോ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് അതിനെ അത് ഒരു സിംഗിൾ വാരിയബിൾ എക്സ്പ്രഷനായിട്ട് ആക്കുക. തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നിലധികം വാരിയബിൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒരു സിംഗിൾ വാരിയബിൾ എക്സ്പ്രഷൻ ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അടുത്തത് ഒപ്റ്റിമൈസ് ദ ഫംഗ്ഷൻ എഫ് ഓവർ ഇറ്റ്സ് ഡൊമൈൻ യൂസിങ് ദ ഗൈഡ് ലൈൻസ് മെൻഷൻഡ് സോ ഫാർ. ഡൊമൈൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടാവും, അതിന് നമുക്ക് മാറ്റമൊന്നും വരുത്താനായിട്ട് പാടില്ല. നെക്സ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ മാക്സിമം ആൻഡ് മിനിമം പ്രോബ്ലംസ് ആണ്, അപ്ലൈഡ് ആയിട്ടുള്ള മാക്സിമം മിനിമം പ്രോബ്ലംസ്. ഞാൻ പറഞ്ഞില്ലേ, വേർഡ് പ്രോബ്ലം പോലെ വരുന്ന പ്രോബ്ലംസ് ആണ് നമുക്കിവിടെ ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. A garden is to be laid out in rectangular area and protected by a chicken wire fence. What is the largest possible area of the garden if only 100 running feet of chicken wire is available for the fence? അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? A garden is to be laid out in a rectangular area and protected by a chicken wire fence. ഒരു ഗാർഡൻ ഉണ്ട്, അത് നമുക്ക് ചിക്കൻ വയർ ഫെൻസ്, ഒരു ഫെൻസിങ് ഉണ്ടാക്കണം. ഇനി അതിൻ്റെ ലാർജസ്റ്റ് പോസിബിൾ ഏരിയ ഓഫ് ദ ഗാർഡൻ ഇഫ് ഓൺലി 100 റണ്ണിങ് ഫീറ്റ് ഓഫ് ചിക്കൻ വയർ ഈസ് അവൈലബിൾ ഫോർ ദ ഫെൻസ്. ആകെ 100 മീറ്റർ ഓർ മീറ്റർ മതി, 100 മീറ്റർ വയറേ നമ്മുടെ കൈവശമുള്ളൂ. അപ്പോൾ ആ വയർ കൊണ്ട് ഫെൻസിങ് ഉണ്ടാക്കാൻ പറ്റത്തക്ക വിധത്തിൽ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് പോസിബിൾ ഏരിയ, മാക്സിമം പോസിബിൾ ഏരിയ ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായാലും റെക്ടാങ്കിൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ലെങ്ത്തും ഉണ്ടാവും ബ്രെഡ്ത്തും ഉണ്ടാവും അല്ലേ. അപ്പോൾ ലെങ്ത്തൊന്നും വിഡ്ത്തൊന്നും എടുക്കാം. എക്സ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ ആൻഡ് വൈ ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ, ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. നമുക്ക് ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ വാരിയബിൾസ് എല്ലാം അസൈൻ ചെയ്തു. ഇനി നമുക്ക് ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഏരിയയുടെ ഫോർമുല തന്നെയാണ് അതിൻ്റെ എക്സ്പ്രഷൻ, എ ഈസ് ഈക്വൽ ടു എക്സ് വൈ. സ്റ്റെപ്പ് 1 തന്നെ ചെയ്യേണ്ട കാര്യമാട്ടോ ഫിഗർ വരയ്ക്കുക എന്നുള്ളത്, മറക്കല്ലേ. അപ്പോൾ ഫിഗർ വരയ്ക്കുക, എക്സ് മാർക്ക് ചെയ്യുക, വൈ മാർക്ക് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ അതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കുക, എ ഈക്വൽ ടു എക്സ് വൈ. ഇനി നമുക്ക് എ ഈക്വൽ ടു എക്സ് വൈ എന്നുള്ള എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതിൽ 2 വാരിയബിൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് വേണം? അതിനെ ഒറ്റ വാരിയബിളിലേക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും കണ്ടീഷനോ റിലേഷനോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ആകെ 100 ഫീറ്റ് ഉള്ളൂന്ന്, ചിക്കൻ വയർ 100 ഫീറ്റ് ആകെ ഉള്ളൂ എന്നറിയാം. അപ്പോൾ ഫെൻസിങ് കെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെരിമീറ്ററിന് ഈക്വൽ ആണ് അല്ലേ, പെരിമീറ്ററിന് ഈക്വൽ ആണ്. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 2 × x + y ആണ് വരുന്നത്. 2 × x + y, ദാറ്റ് ഈസ് 2x + 2y, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് നമുക്കറിയാം. അതാണ് ഫെൻസിങ്ങിൻ്റെ നീളം വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് x + y = 50 എന്ന് കിട്ടും. ഫ്രം ദാറ്റ് y = 50 - x എന്ന് എഴുതാൻ പറ്റും. 2x + 2y 2 ഔട്ട്സൈഡ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ x + y = 50 എന്ന് എഴുതുക. ഒരു സ്റ്റെപ്പ് ഇവിടെ ആഡ് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് y = 50 - x എന്ന് കിട്ടും. അപ്പോൾ കണ്ടോ, ഈ റിലേഷനിൽ നിന്ന് നമുക്ക് yക്ക് എക്സിലുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടി.
അത് നമ്മുടെ ഏരിയയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഏരിയനെ നമുക്ക് ഒറ്റ വേരിയബിളിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റി ഒരൊറ്റ വേരിയബിളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. അപ്പോൾ A is equal to x into 50 minus x, that is 50x minus x square. ഇതാണ് നമ്മുടെ ഏരിയയുടെ സിംഗിൾ വേരിയബിളിലുള്ള എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവാനായിട്ട് പറ്റില്ല. അപ്പോൾ ആസ് ദ ലെങ്ത് കനോട്ട് ബി നെഗറ്റീവ്, വി ഹാവ് എക്സ് കനോട്ട് ബി നെഗറ്റീവ്, എക്സ് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റില്ല. ആൻഡ് ദ ടു സൈഡ്സ് ഓഫ് ലെങ്ത് എക്സ് കനോട്ട് ഹാവ് എ കമ്പൈൻഡ് ലെങ്ത് എക്സീഡിംഗ് ദ ടോട്ടൽ പെരിമീറ്റർ ഓഫ് 100 feet. The variable x must satisfy 0 less than or equal to x less than or equal to 50. x സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ, അതിൻ്റെ ആ ഡൊമൈൻ ആണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം 2 into x plus y is equal to 100 ആണ്. 2 into x plus y is equal to 100 ആണ്. അപ്പോൾ x plus y is equal to 50. അപ്പോൾ ഈവൻ y 0 ആണ്, തിക്നെസ് വിഡ്ത്ത് 0 ആണെങ്കിൽ തന്നെയും എക്സിന് മാക്സിമം പോവാവുന്നത് 50 വരെയാണ്. 50നേക്കാളും മുകളിലേക്ക് പോകാനായിട്ട് ഒരിക്കലും പറ്റില്ല. കാരണം ആ എക്സ്പ്രഷനിൽ നിന്ന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 50 വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിഡ്ത്ത് ഇപ്പോൾ 0 നിർത്താൽ തന്നെ മാക്സിമം എക്സിന് പോവാവുന്നത് 50 വരെയാണ്. അതുകൊണ്ട് ആ എക്സിൻ്റെ വാരിയേഷൻ എന്ന് പറയുന്നത് 0 മുതൽ 50 വരെയാണ്. സോ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-50ക്കുള്ളിൽ എഫ് ഓഫ് എക്സ്, അതായത് എ ഈക്വൽ ടു 50x മൈനസ് എക്സ് സ്ക്വയറിൻ്റെ മാക്സിമം ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് 50 മൈനസ് 2x കിട്ടും. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 പുട്ട് ചെയ്യും. അപ്പോൾ എക്സ് ഈക്വൽ ടു 25 ആണ് ഓൺലി ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ 2 എൻഡ് പോയിന്റും കൂടി എടുക്കണം മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 25, എക്സ് ഈക്വൽ ടു 50, ഈ 3 പ്ലേസിലാണ് മാക്സിമം മിനിമം ഉണ്ടെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്കറിയാം എയുടെ വാല്യൂ കംപ്ലീറ്റ് 0 ആയി പോവും. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് അത് അല്ല, മാക്സിമം ഏരിയ അതല്ല. പിന്നെ എക്സ് ഈക്വൽ ടു 25 കൊടുക്കുമ്പോൾ മാക്സിമം ഏരിയ 625, 625 കിട്ടും. അതുപോലെ എക്സ് ഈക്വൽ ടു 50 കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 50 കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതും 0 ആയി പോകും അല്ലേ. എക്സ് ഈക്വൽ ടു 50 കൊടുക്കുമ്പോൾ അതും 0 ആയി പോകും. അപ്പോൾ എക്സ് ഈക്വൽ ടു 25ലാണ് നമുക്ക് 625 മാക്സിമം വാല്യൂ വരുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 25ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ കൂടി കണ്ടുപിടിക്കുക. വൈ വാല്യൂ നമുക്ക് 50 മൈനസ് എക്സ് അല്ലേ വരിക വൈയുടെ വാല്യൂ. അപ്പോൾ 25 തന്നെയാണ് കിട്ടുക. അപ്പോൾ 25 എന്ന് പറയുന്ന പോയിന്റിലാണ് എക്സ് ഈക്വൽ ടു 25 ആൻഡ് വൈ ഈക്വൽ ടു 25, അതായത് ലെങ്ത് ഈക്വൽ ടു 25 ആൻഡ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 25. അവിടെയാണ് നമുക്ക് പെരിമീറ്റർ 100 വരുന്ന രീതിയിൽ ലാർജസ്റ്റ് ഏരിയ കിട്ടുന്നത്, സ്ക്വയർ അല്ലേ. 25 ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെയാണ് നമുക്ക് 25 എന്ന് പറയുന്ന ആ ഒരു എക്സ് ഈക്വൽ ടു 25 എന്ന് പറയുന്ന പോയിന്റിൽ വൈ ഈക്വൽ ടു 25 തന്നെയായിരിക്കും. അപ്പോൾ അവിടെയാണ് നമുക്ക് മാക്സിമം ഏരിയ കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം മാക്സിമൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? ആ ഒരു കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും യൂസ് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. വേർഡ് പ്രോബ്ലം പോലെയായിരിക്കും തരുന്നുണ്ടാവുക. ഈ രീതിയിൽ നമ്മൾ ചെയ്യണം. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ഏരിയ. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. ഇതിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. Find the dimensions of the rectangle of greatest area that has its base on the x-axis and is inscribed in the parabola y is equal to 9 minus x square. അപ്പോൾ പരാബോള തന്നിട്ടുണ്ട്. ആ പരാബോളയുടെ ഉള്ളിൽ പെടണം. ഉള്ളിൽ വരുന്ന രീതിയിൽ ബേസ് x-axis വരുന്ന രീതിയിൽ ഒരു റെക്ടാങ്കിൾ എടുത്തിട്ട് ആ റെക്ടാങ്കിളിന് എടുക്കാവുന്ന മാക്സിമം ഏരിയ വരുന്ന രീതിയിൽ ആ പരാബോളയുടെ ഉള്ളിൽ ഉൾക്കൊള്ളണം. x-axis ബേസ് ആയിട്ട് വരണം. എന്നിട്ട് കിട്ടാവുന്ന മാക്സിമം ഏരിയയിലുള്ള റെക്ടാങ്കിളിൻ്റെ ഡയമെൻഷൻസ് ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പരാബോള ആയതുകൊണ്ട് y ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് അപ്വേർഡ് ആയിട്ടുള്ള ഒരു പരാബോളയാണ് അല്ലേ. ഓപ്പണിംഗ് ഡൗൺവേർഡ് വരുന്ന ഒരു പരാബോളയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മാക്സിമം ഏരിയയിലാണ് നമുക്ക് ഈ ഒരു റെക്ടാങ്കിൾ കിട്ടേണ്ടത്. ഇങ്ങനെ ഒരു മാക്സിമം ഏരിയയിലാണ് റെക്ടാങ്കിൾ നമുക്ക് കിട്ടേണ്ടത്.
അപ്പോൾ ഇവിടെ ഒറിജിൻ സെൻറ്റർ ആയിട്ട് വരും എന്തായാലും ഈ റെക്ടാങ്കിളിൻ്റെ സെൻറ്റർ ആയിട്ട് വരിക. ഇങ്ങോട്ടും നമുക്ക് റെക്ടാങ്കിളിൻ്റെ സൈഡ് വരും, ഇങ്ങോട്ടും നമുക്ക് റെക്ടാങ്കിളിൻ്റെ സൈഡ് വരും. അതുകൊണ്ട് തന്നെ റെക്ടാങ്കിളിൻ്റെ ഈ ലെങ്ത്ത് നമുക്ക് 2x എടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങളുള്ള ഡിസ്റ്റൻസ് x എന്ന് എടുത്താൽ ഇവിടെ നിങ്ങളുള്ളതിനെ x എന്ന് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് 2x എന്ന് എഴുതേണ്ടി വരും. x എന്ന് എഴുതുന്നതിന് പകരം 2x എന്ന് എഴുതേണ്ടി വരും. y ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ റെക്ടാങ്കിൾ. വിഡ്ത്ത് ഹൈറ്റ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്നുള്ളതിന് പകരം എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ 2x വിഡ്ത്തായിട്ടും y അതിൻ്റെ ഹൈറ്റ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഏരിയ ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിഗർ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. 9 - x² ഫിഗർ വരയ്ക്കുക. മാക്സിമം ഏരിയയിൽ റെക്ടാങ്കിളിൻ്റെ ഫിഗർ വരയ്ക്കുക. 2x അതിൻ്റെ ഇതുമായി ഈ സൈഡായിട്ടും y അതിൻ്റെ ഈ സൈഡായിട്ടും മാർക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ഏരിയയ്ക്കുള്ള എക്സ്പ്രഷൻ ഉണ്ടാക്കണം. ഇവിടുത്തെ ഏരിയയുടെ എക്സ്പ്രഷൻ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള രീതിയിലാണ് വരിക. 2x × y 2xy എന്നാണ് വരിക. കാരണം ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്നുള്ളതിന് പകരം നമ്മൾ വിഡ്ത്ത് ഹൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ a = 2xy മാക്സിമൈസ് ചെയ്യേണ്ടത്. അതിനുള്ള തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a = 2xy 2 വേരിയബിൾ ഉണ്ട്, എക്സും വൈയും. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് നമുക്കതിനെ മാറ്റാനായിട്ട് പറ്റണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് പരാബോളയുടെ ഇക്വേഷൻ y = 9 - x² എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ പോയിന്റ് xy, ഈ ഒരു പോയിന്റ് xy എന്നുള്ളത് പരാബോളയുമേൽ ലൈ ചെയ്യുന്ന ഒരു പോയിന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പരാബോളയുടെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ഈ xy എന്നുള്ള പോയിന്റ് പരാബോളയുടെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് y = 9 - x² എന്നുള്ളത് കിട്ടും. y = 9 - x² എന്നുള്ളത് കിട്ടും. അപ്പോൾ ആ എക്സ്പ്രഷൻ കൊണ്ട് ഏരിയയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കണ്ടോ, ഈ പോയിന്റ് ഈ ഹൈറ്റ് y ആണ് വരുന്നത്. ആ y പരാബോളയിലും കൂടിയുള്ള പോയിന്റാണ്. അതുകൊണ്ടാണ് അത് y = 9 - x² ആയിരിക്കുമെന്ന് പറഞ്ഞത്. പരാബോളയുടെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഈ ഹൈറ്റ് ആയിട്ട് വരുന്ന y. അപ്പോൾ ആ വൈക്ക് പകരം ഏരിയയിലുള്ള 2xy എന്നുള്ളതിന് പകരം 2x × 9 - x² എന്ന് എഴുതാം. അപ്പോൾ ഏരിയ = 18x - 2x³ എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഡൊമൈനാണ് അറിയേണ്ടത്. നമുക്കറിയാം ലെങ്ത് കനോട്ട് ബി നെഗറ്റീവ് ഓർ 0. വി ഹാവ് y greater than 0 implies 9 - x² is greater than 0 or equivalently 9 is greater than x². സ്ക്വയർ റൂട്ട് എടുത്താൽ 3 is greater than x and 3 is greater than -x. or equivalently 3 greater than x and x greater than -3. ഇതിനെ ത്രൂ ഔട്ട്, രണ്ടാമത്തേനെ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിന് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ -3 less than x less than 3 എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇത് എഴുതിയാലും മതി കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇത് എഴുതാൻ അറിയാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് എഴുതിയാൽ മതി. ഇൻ ബിറ്റ്വീനിലുള്ളതൊന്നും എഴുതാനായിട്ട് നിൽക്കണ്ട. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ -3 less than x less than 3. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റേജിയൻ വരുന്നത്. സിൻസ് ദ സൈഡ് ഓഫ് ദ റെക്ടാങ്കിൾ മസ്റ്റ് ബി പോസിറ്റീവ്, ദെർഫോർ ദ പ്രോബ്ലം ഈസ് ഇക്വലന്റ് ടു പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് x in 0, 3. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ -3 മുതൽ 3 വരെ ഡൊമൈൻ വരുന്നുണ്ട്. x എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ വിഡ്ത്തിന്റെ പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. വിഡ്ത്തിന്റെ പകുതിയാണ് x വരിക. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത്ത് ആയിട്ട് വരുന്നത് ഒരിക്കലും നെഗറ്റീവ് വരില്ല. അപ്പോൾ നെഗറ്റീവ് വരില്ല എന്നുള്ളത് കൊണ്ട് -3 less than x less than 3 എന്നുള്ളതിൽ 0ൻ്റെയും 3യുടെയും ഉള്ളിൽ ആ പോസിറ്റീവ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രം നമുക്ക് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഡൊമൈനായിട്ട് നമ്മൾ -3 മുതൽ 3 വരെ നോക്കണം എന്നില്ല, 0 മുതൽ 3 വരെ നോക്കിയാൽ മതി. കാരണം മൈനസ് വാല്യൂസ് ഈ വിഡ്ത്തിന്റെ വാല്യൂ ആയിട്ട് വരാനായിട്ട് പറ്റില്ല, പോസിറ്റീവ് വാല്യൂസ് വരാനേ പറ്റുള്ളൂ. അതുകൊണ്ട് -3 മുതൽ 3 വരെ നോക്കണ്ട, പോസിറ്റീവ് സൈഡായിട്ടുള്ള 0 മുതൽ 3 വരെ അതിൻ്റെ ഡൊമൈനായിട്ട് എടുത്തിട്ട് നോക്കിയാൽ മതിയാവും. ഓപ്പൺ ഇൻ്റർവെൽ 0, 3. അപ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ 0, 3ൽ a of x = 18x - 2x³ എവിടെയാണ് മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടണം. അപ്പോൾ അതായിരിക്കും ആ ഡയമെൻഷൻസ് ആയിരിക്കും നമ്മുടെ റെക്ടാങ്കിളിൻ്റെ ഡയമെൻഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക. ക്രിട്ടിക്കൽ പോയിന്റ്സിനെ ഫൈൻഡ് ചെയ്യാൻ =0 കൊടുക്കുക. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് x² = 3, ഫ്രം ദാറ്റ് x = +or-√3 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെല്ലിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 0, 3 എന്നുള്ള ഇൻ്റർവെല്ലിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് +√3 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. -√3നെ നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അവിടെ നമുക്ക് f∬, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും കൂടെ യൂസ് ചെയ്യാം. f∬ ഓഫ് x കണ്ടുപിടിക്കുക. അപ്പോൾ -12x എന്നാണ് കിട്ടുക. അത് നമുക്ക് √3ൽ ഇവാലുവേറ്റ് ചെയ്യാം. f∬ ഓഫ് √3, ദാറ്റ് ഈസ് -12 × √3 വിച്ച് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ഈസ് ലെസ് ദാൻ 0 എന്നുള്ളത് കിട്ടിയോണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? f ഹാസ് എ റിലേറ്റീവ് മാക്സിമം. f∬ ലെസ് ദാൻ 0 ആകുമ്പോൾ അവിടെ ഒരു മാക്സിമം എക്സിസ്റ്റ് ചെയ്യേണ്ടതല്ലേ പറയാൻ പറ്റുക. അപ്പോൾ ദർ ഈസ് എ റിലേറ്റീവ് മാക്സിമം അറ്റ് x = √3 എന്ന് പറയാനായിട്ട് പറ്റും.
അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു മാക്സിമം വാല്യൂ ആണ്. x ഈക്വൽ ടു √3 ആകുമ്പോൾ y ഈക്വൽ ടു കറസ്പോണ്ടിംഗ്ലി 6 എന്ന് കിട്ടും. അപ്പോൾ 2x അല്ലേ അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ 2√3 അതിൻ്റെ വിഡ്ത്തും 6 അതിൻ്റെ ലെങ്ത്